ഞാൻ ഈ പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകളോടാണ്, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നോക്കോ. കഴിഞ്ഞ ഒരു മാസം മുമ്പ് തമിഴ്നാട്ടില് സിനിമാ നടൻ വിജയിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഒരുപാട് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു പോയിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളികളായ ആളുകൾ പറഞ്ഞ ചില കമന്റുകളുണ്ട്. ഈ തമിഴ്നാടുകാർക്ക് ബുദ്ധിയില്ലേ, ഇവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലേ, അല്ലെങ്കിലും തമിഴന്മാരൊക്കെ ഇങ്ങനെയാണ് എല്ലായിടത്തോട്ടും ഇരച്ചു കയറുക ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് 100% സാക്ഷരതയുള്ള, വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം പാട്ടുകാരനായ ഹനാൻഷാന്റെ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ 19ഓളം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ഹോസ്പിറ്റലിലായത്. എല്ലാവരും കുറ്റം പറയുന്നതായിട്ട് ഹനാൻഷായാണ്. ഹനാൻഷായുടെ ഭാഗത്തു നിന്ന് തെറ്റാണ്, വീഴ്ചയാണ് എന്നൊക്കെയാണ് പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരിക്കലും ഹനാൻഷായെ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഇപ്പൊ എന്നെ ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ എത്ര വലിയ സദസ്സാണ്, എത്ര ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ പോവുക, വാഴ് പറയുക, തിരിച്ചു വരിക, ഇതായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ആ പരിപാടിയുടെ സംഘാടകരല്ലേ. 3000ഓളം ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ 15000 ആളുകളാണ് പങ്കെടുത്തത് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഞാനൊരു വീഡിയോ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പർദ്ദയിട്ട പെണ്ണുങ്ങൾ എന്തിനാണ് പോയത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പർദ്ദയിട്ട പെണ്ണുങ്ങൾ പോയ പ്രശ്നം, ആണുങ്ങൾ പോയി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല. എനിക്കറിയില്ല, പാട്ട് ഹറാമാണെങ്കിൽ അത് ആണിനായാലും പെണ്ണിനായാലും നോക്കാൻ പോകുന്നതും പരിപാടിക്ക് പങ്കെടുക്കുന്നതും എല്ലാവർക്കും ഹറാമാണ്. അതിൽ കുറേ മോസ്റ്റ് ആണുങ്ങളുണ്ടായി, എന്നിട്ട് പെണ്ണുങ്ങളെ മാത്രം വിമർശിക്കുന്നു, പർദ്ദയിട്ട പെണ്ണുങ്ങളെ മാത്രം വിമർശിക്കുന്നത് ഒരു ശരിയായ ഇതല്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ എവിടെയെങ്കിലും വാഴ പരിപാടിക്ക് പോയ താത്താമാരോ വല്ലതും ആണോ എന്ന്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാണെന്ന്. എന്നിട്ട് ഇവർ പറയുന്നത് വിമർശിക്കുന്ന ആൾക്കാർ പർദ്ദക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് വിമർശിക്കുകയാണ്, എന്തുകൊണ്ടാണ് പുരുഷന്മാരെ പറയാത്തത്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് നിയമങ്ങളാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇസ്ലാമിൻ്റെതായ നിയമങ്ങളുണ്ട്. അത് പറയേണ്ട സ്ഥാനത്ത് പറയേണ്ട സാഹചര്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിഷയം പർദ്ദക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ കാര്യമെന്ന്. കാരണം ഏറ്റവും കൂടുതൽ പർദ്ദക്കാരായ ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് കാര്യം. പർദ്ദ ധരിച്ചുകൊണ്ടല്ലേ പോയത്, ശരീരമൊക്കെ മറച്ചുകൊണ്ടല്ലേ പോയത്, ഔറത്ത് മറച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളോട് ബിസ്മി ചൊല്ലി കള്ള് കുടിച്ചാൽ കള്ള് ഹലാലാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ താഴെ വളർന്നു വരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ പർദ്ദയൊക്കെ ധരിച്ചുകൊണ്ട് എന്ത് കോമാളിത്തരം വേണേലും കാണിക്കാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്ത് ആഘോഷം വന്നാലും നമ്മുടെ ആളുകളാണ് മുൻപന്തി നിൽക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഒന്നും അവരുടേതായ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും എല്ലാം വന്നാലും നമ്മുടെ ആളുകൾ മുൻപന്തിയിൽ നിന്ന് മാറിക്കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർക്ക് അവരുടേതായ ആഘോഷങ്ങൾ നിർവഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒരു തട്ടം തലയിലുണ്ടെങ്കിൽ, ഒരു നിഖാബ് മുഖത്തോട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഹലാലായി മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് പർദ്ദക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് വിമർശിക്കുന്നു എന്നും പറഞ്ഞൊന്നും ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. തെറ്റുകൾ കണ്ടാൽ ഇനിയും പറയുകയും ചെയ്യും, ഇനിയും തിരുത്തുകയും ചെയ്യും. അത് പണ്ഡിതന്മാരുടെ ധർമ്മമാണ്. അതുകൊണ്ട് ആരും അതോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട.